ഒരു അത്ഭുതം. കേരളത്തിൽ പല വിസ്മയങ്ങളും സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന പിണറായി വിരുദ്ധനായ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നൊരു വിദ്വാനുണ്ട്. അദ്ദേഹം ഒരു മാധ്യമ പ്രസ്ഥാനമാണ്. അദ്ദേഹം CPM-നെയും പിണറായിയെയും ആക്രമിച്ചു കേട്ടിട്ട് 10-15 കൊല്ലമായി ഞാൻ തന്നെ കേട്ടിട്ട് വരുന്നതാണ്. അദ്ദേഹമാണ് അത്ഭുതകരമായി ഏറ്റവും വലിയൊരു സംഭവം കേരളത്തിൽ. അദ്ദേഹം ഏറ്റവും വലിയ വെള്ളാപ്പള്ളി വിധേയനായി, അദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളിയുടെ ആരാധകനുമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള വിസ്മയങ്ങൾ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരേ സമയം പിണറായിയുടെ ശത്രുവും വെള്ളാപ്പള്ളി നടേശന്റെ ആരാധകനും. എങ്ങനെയാണ് ഇത്? എന്തുതരം മാധ്യമ പ്രവർത്തനവും എന്ത് പൊതുബുദ്ധിജീവിയാണ് ഇതെങ്ങനെ സാധിക്കുന്നു? ഈ കാപട്യം. അതിന്റെ പുറകില് പല ഇതുകളും കാണും. ചിലപ്പോൾ വെള്ളാപ്പള്ളി SNDP-യുടെ മെയിൻ വക്കീലാക്കി കാണും അദ്ദേഹത്തെ. അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനൊരു അവസരവാദപരമായ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ മലയാളിക്ക്, താങ്കൾ പലപ്പോഴും പറയാറുള്ളത് മലയാളിയുടെ ഈ രാഷ്ട്രീയ ബോധത്തെയും പൊതുബോധത്തെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക്. പക്ഷെ ഒരു ചെറിയച്ഛൻ, നമ്മൾ ഈ ക്രിസ്ത്യൻ കാര്യത്തെ പറ്റി പറയുമ്പോൾ താങ്കൾക്ക് അറിയുമോ എന്ന് അറിയില്ല, BJP ഭരിക്കുന്ന 1-2 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട്, അല്ലേ? 1-2 മിക്കവാറും എല്ലായിടത്തും നിരോധിച്ചു കഴിഞ്ഞു. അപ്പൊ കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികൾക്ക് അതൊരു പ്രശ്നമല്ലേ ചെറിയാൻ? അല്ല, അത് അവര് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എടുക്കുന്നില്ല. അപ്പൊ ശരി, അതിപ്പോ അവിടുത്തെ ട്രൈബൽസിനെയും ലോവർ ദളിതരുമാണ് അവരുടെ ഈ കൺവേർഷന്റെ ഇരകൾ എന്ന് പറയാം. അപ്പൊ അവരെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കിട്ടിയാൽ കൊള്ളാം, പോയാൽ പോയി എന്നുള്ള മറ്റുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ. അതാണ് അപ്പൊ ഞാൻ പറയുന്നത്, കേരളത്തിലെ ക്രിസ്ത്യൻ സഭ സമൂലം ഒരു ബ്രാഹ്മണിക്കൽ മൈൻഡ് സെറ്റിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നാൽ എനിക്ക് തോന്നുന്നില്ല ലത്തീൻ കത്തോലിക്ക സഭയും ഇവിടുത്തെ പെന്തക്കോസ്റ്റൽ സഭകളും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളും ഇത്രമാത്രം ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു മനോഭാവം കാണിക്കുന്നുമില്ല. ലത്തീൻ സഭ റീത്തുകൾ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഒരേ ഇതിലാണെങ്കിൽ പോലും അവർക്ക് കഴിയുകയില്ല. കാരണം അവർ ബ്രാഹ്മണരുടെ പിന്തുടർച്ചക്കാരല്ല. അവർ ഈ അടുത്ത കാലത്ത് പരിവർത്തനം ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളാണെന്ന ബോധം അവർക്കുണ്ട്. അവർക്ക് ഇപ്പോഴും സവർണ ക്രിസ്ത്യാനിയുമായി കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് തിരിച്ചറിയുന്നവരാണ്. അപ്പൊ ജാതീയമായും വംശീയമായും കേരളത്തിലെ ക്രിസ്ത്യൻ സഭയിലെ വ്യത്യാസങ്ങളാണ് RSS ഇപ്പോൾ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചെയ്യാനോ പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ വളരുന്ന സമയത്ത്, ഞാൻ വളരുന്ന സമയത്ത് നമുക്ക് അറിയായിരുന്നു, ഞാനൊരു സുറിയാനി ക്രിസ്ത്യാനിക്ക് ഒരിക്കലും കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സുറിയാനി സഭയിൽ നിന്നും മർത്തോമ യാക്കോബ സഭയിൽ നിന്നും അവരെ മാറ്റും നിങ്ങൾ. അപ്പൊ ഇന്ന് പക്ഷെ എൻ്റെ കസിൻ്റെ മകള് ഒരു ലാറ്റിൻ കാത്തോലിക്കിനെ വിവാഹം കഴിച്ചു. അപ്പൊ ഈ ഭിത്തികളൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സുറിയാനി സഭക്കാർക്കും കത്തോലിക്കരാനും അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവർക്കും അറിയാം. പക്ഷേ ഇത് താങ്കൾ പറഞ്ഞ പോലെ ഒരു ജനറേഷനിൽ ഇതാണ്, ഒരു 2-3 ജനറേഷനിൽ എടുക്കും ഇത് ഈക്വലൈസ് ചെയ്യാൻ. അതായത് നിങ്ങൾ ഈയിടെ വന്ന ക്രിസ്ത്യാനികളാണ്, പുതു ക്രിസ്ത്യാനികളാണെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യ ഇതുണ്ട്. പക്ഷെ അതിന്റെ ഭിത്തികളൊക്കെ പണ്ടത്തെ പോലെ വാട്ടർ ടൈറ്റ് അല്ല, അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേൾക്കുന്നിടത്തോളം എൻ്റെ എക്സ്റ്റൻഡഡ് ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. വേറെ ഒരു കാര്യം, താങ്കൾക്ക് ഇതിന്റെ ചരിത്രം അറിയുന്നത് കൊണ്ട്, ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾക്ക് ഈ വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ആദിവാസികളെ ഈ RSS ഡീലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ എതിർപ്പില്ലേ? ക്രിസ്ത്യൻ ആദിവാസികളെ കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ മലയാളികളുടെ പൊതുബോധം കേരളം വിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. അത് ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും ബാക്കിയുള്ളവരുടെ ആണെങ്കിലും. അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടാൽ അറിയാം. ഇവിടെ ബീഫ് തിന്നുന്നത് പാപമായി കരുതുന്നവർ, പക്ഷെ നമ്മളെല്ലാവരും ബീഫ് കഴിക്കുന്നവരാണ്. നമുക്ക് മനസ്സിലാകത്തില്ല എന്തുകൊണ്ടാണ് ഇവർ ബീഫിനെ പറ്റി ഇത്ര വിഷയം ഉണ്ടാക്കുന്നത്.
എന്നുള്ള ആ ഒരു 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 കൾച്ചറൽ സോഷ്യൽ ഡീറ്റെയിലിംഗ് നമ്മൾക്ക് അത് എല്ലാ ഒരു സമുദായത്തിനും എനിക്ക് തോന്നുന്നില്ല കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാനുണ്ട് എൻ്റെ സുഹൃത്തുക്കളോട്, ഇവിടുത്തെ സുഹൃത്തുക്കളോട്, കേരളത്തിലെ ഹിന്ദുയിസം അല്ല നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുയിസം. കേരളത്തിലെ ഹിന്ദുയിസം ഞങ്ങളൊക്കെ കണ്ടത് അത് വളരെ വളരെ ഓർഗനൈസ്ഡും വളരെ ഡിഫറെൻറ്റുമാണ്. നിങ്ങൾ കാണിക്കുന്ന ഇത്തരമുള്ള പരിപാടികളൊന്നും അവിടെ നടക്കുന്നില്ല. അവിടെ വളരെ മാന്യമായി വളരെ ഇതായി എല്ലാ സമുദായങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലീജിയനായിട്ട് നടക്കുന്നത്. ഇത് ഇവിടെ പിന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, മാർപ്പാപ്പയെ വീണ്ടും ക്ഷണിക്കണം. അതാണ് ഏറ്റവും പ്രധാന കാര്യം ഇവിടുത്തെ അച്ഛന്മാർ ഉന്നയിച്ചത്. അപ്പൊ അത് തന്നെ അല്പം ഒരു പരിഹാസ്യമായി തോന്നി. ഇത്രയധികം ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ അച്ഛന്മാരുടെ പ്രധാന ആവശ്യം മാർപ്പാപ്പയെ ഒന്ന് വീണ്ടും ക്ഷണിക്കണം. ഇത് എന്ത് നിരുത്തരവാദപരമായ ഇനി ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ പൊതു സമീപനം ഒരു ക്രിസ്ത്യൻ പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ താങ്കൾ വക്താക്കളാണെന്നാണ് ട്രംപും ട്രംപിന്റെ കൂടെയുള്ള റുബിയോയും മറ്റും ഇപ്പോൾ മുനീച്ചിലെ സംഭാഷണത്തിൽ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ പടിഞ്ഞാറുകാർ ക്രിസ്ത്യൻ സംസ്കാരത്തിനെ പിൻപറ്റുന്നവരാണ്. അപ്പോൾ ആഗോള വ്യാപകമായി ക്രിസ്ത്യൻ സമൂഹത്തിന് ഉള്ള ഇസ്ലാം വിരോധം ഒരു അതിർത്തി വരെ കേരളത്തിലെ സവർണ ക്രിസ്ത്യൻ സഭയെ സ്വാധീനിക്കുന്നുണ്ടോ? താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അത് നേരത്തെ മുതലേ ഉണ്ട്. അത് കോമ്പറ്റീറ്റീവ് ആയിട്ട് എല്ലാ സമുദായങ്ങളും കേരളത്തിലുണ്ട്, അതിന്റെ പാർട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല പ്രത്യേകമായി അമേരിക്കയിലെ ആരെങ്കിലും നോക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കക്കാർ, ഇത് താങ്കളിത് പറഞ്ഞുകൊണ്ട് പറയാം, അമേരിക്കക്കാർ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മോണിറ്റർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ വിരോധം വളരെ കൃത്യമായി അവർ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് തോന്നുന്നത് ഈ ടാരിഫിന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും അമേരിക്ക ഏകദേശം വളരെ കടുംപിടുത്തം എടുക്കുന്നതിന് പറയാത്ത ഒരു കാരണം ഇത് തന്നെയാണെന്നാണ് പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അപ്പോ അത് കേരളത്തിനെ പോലെ ശക്തമായ ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള ഒരു സഭയ്ക്ക് ഒരു പരാതി ഇല്ലാതിരിക്കുകയും അമേരിക്കയ്ക്ക് പരാതി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നൊരു വൈരുദ്ധ്യമാണോ ഇവിടെ? നമ്മൾക്കറിയാമല്ലോ, പരാതി ഇല്ലാതിരിക്കാൻ കാരണം കേരളത്തിലെ പ്രത്യേകിച്ച് അവർ കള്ളപ്പണം ജനറേറ്റ് ചെയ്യുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പരാതി ഇല്ലാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിൽ അത് അവർ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായത്തില് ഇപ്പോഴും അവര് ഹോസ്പിറ്റലാണെങ്കിലും കോളേജുകളാണെങ്കിലും കൊമേഴ്സ്യൽ ഇതിലേക്ക് പോയിട്ടില്ല. ഇവരും ഇപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസും അധ്യാപകരെ നിയമിക്കുന്നതിന് കോഴ മേടിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ അവരിപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് ചെറിയാൻ താങ്കൾ പറഞ്ഞ ഈ മിനിസ്ക്യൂൾ എന്നുള്ള വാക്കല്ല അവർ ഉപയോഗിച്ചത്, മൈക്രോ മൈനോറിറ്റി ആയി കണക്കാക്കണമെന്നാണ്. അത് വളരെ ഒരു പുതിയ ആവശ്യമാണ്. ഞാൻ ഇതുവരെ ക്രിസ്ത്യൻസ് ഭരണഘടനാ അസംബ്ലിയുടെ കാലഘട്ടത്തിൽ 48-ലും മറ്റും ഞങ്ങൾക്ക് റിസർവേഷൻ വേണ്ട എന്നാണ് ക്രിസ്ത്യൻ സമൂഹം അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറഞ്ഞിരുന്നത്. താങ്കൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഞങ്ങൾക്ക് റിസർവേഷൻ വേണ്ട എന്നാവശ്യപ്പെട്ട ഒരു സമൂഹം ഇന്ന് RSS യൂണിയൻ BJPയോട് നേതൃത്വത്തോട് പറയുന്നു, ഞങ്ങളെ അതിസൂക്ഷ്മ മൈനോറിറ്റിയായി പ്രത്യേകം പരിഗണിക്കണമെന്ന്. എന്താണ് അതെന്താണ് അതിന്റെ അർത്ഥം? എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ? ഇതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. അതായത് അവിടെ ഇരിക്കുന്ന കത്തോലിക്ക ബിഷപ്പുമാർക്ക് അവരാണ് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളുടെ നേതാക്കൾ എന്ന് ബാക്കിയുള്ളവരെ ധരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ ധരിപ്പിക്കാൻ, കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ ഇത് വളരെ അപകടമല്ലേ? ഇത് വളരെ അപകടകരമായ ഒരു വാദമല്ലേ? താങ്കൾ ക്രിസ്ത്യൻ അപകടമാണ്. എനിക്ക് തോന്നുന്നില്ല, അവർക്ക് തന്നെ ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല. ആരോ പറഞ്ഞു കൊടുത്തു. കാരണം ഇത് ഈ മൈനോറിറ്റീസിനകത്ത് വീണ്ടും ഒരു വിഭജനം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം, സവർണ ക്രിസ്ത്യൻ സമൂഹം ആവശ്യപ്പെടുന്നു. ഇത് തന്നെയാണ് RSSും BJPയും ആഗ്രഹിക്കുന്നത്. കാരണം അവർ ഇതേ കളിയാണ് ദലിതരുടെ കാര്യത്തിലും അതർ ബാക്ക്വേർഡ് കാര്യത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അതായത് അവരുടെ പുതിയ തന്ത്രം ഈ മൈനോറിറ്റീസിലെ ഉപവിഭാഗങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് കളിച്ചു കൊടുക്കുകയല്ലേ കേരളത്തിലെ സവർണ ക്രിസ്ത്യൻ നേതൃത്വം? അല്ല, ഞാനൊന്ന് പറയട്ടെ സാർ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവരുടെ ഗ്രാൻഡ് സ്റ്റാൻഡിങ് അല്ലാതെ വേറെ ഒന്നുമില്ല. പാംപ്ലാനി റബ്ബറിന് ഇത്ര വില തന്നാൽ ഞങ്ങൾ ഒരു ലോക്സഭാ സീറ്റ് തരാമെന്ന് പറയുന്ന പോലുള്ള ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിങ് ആണിത്. ഇത് വെറും ഗീർവാണം മാത്രമാണ്. ഇത് പൊതുസഭകളുടെ അല്ലെങ്കിൽ സുറിയാനി കത്തോലിക്കരുടെ ഒരു ഗ്രൂപ്പിന് മാത്രമാണ്. അവരുടെ തന്നെ കത്തോലിക്കരുടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും മെജോറിറ്റി ഉള്ളത് ലാറ്റിൻ കാത്തലിക്കും ബാക്കിയുള്ള ഭാഗങ്ങളുമായിരിക്കും. പക്ഷെ ന്യൂനപക്ഷങ്ങളിൽ ഉപവിഭാഗങ്ങൾ ഉണ്ടാവുന്നത് വലിയ വലിയ അപകടമല്ലേ? മുസ്ലിങ്ങളെ പല വിഭാഗങ്ങളാക്കി തിരിക്കുക, ക്രിസ്ത്യാനികളെ പല വിഭാഗങ്ങളാക്കി തിരിച്ച് ന്യൂനപക്ഷങ്ങളെ കാണുക, അങ്ങനെ വരികയാണെങ്കിൽ അത് വെറും ഗ്രാൻഡ് സ്റ്റാൻഡിങ് ആണെങ്കിലും അത് ആയുധം കൊടുക്കുകയല്ലേ RSS? ഇവിടെ നാഷണലി താങ്കളുടെ പഴയ സുഹൃത്തായ ജോൺ ദയാളിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, നാഷണലി അവർ പറയുന്നത് ദലിത് ക്രിസ്ത്യൻസിന് റിസർവേഷൻ കണ്ടിന്യൂ ചെയ്യണം. അത് നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും എടുത്തു കളഞ്ഞു. അത് പുനഃസ്ഥാപിക്കണം എന്നാണ് മെയിൻ ആശയം, മെയിൻ അവകാശം അല്ലെങ്കിൽ മെയിൻ ഡിമാൻഡ് ഇവർ നടത്തുന്നത്. അല്ലാതെ ഇതൊന്നുമല്ല. ഇതൊക്കെ അവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് ദേശീയ രാഷ്ട്രീയത്തെ പറ്റിയോ ദേശീയ ഭരണഘടനയെ പറ്റിയോ വളരെ വലിയ വിവരമൊന്നും ഇല്ലാത്ത ചിലരൊക്കെ ഇതിങ്ങനെ പല ഡിമാൻഡുകളും പറയും. ഇത് കേൾക്കുന്ന താങ്കൾ പറഞ്ഞ പോലെ RSSകാർ ഇങ്ങനെ ആഗ്രഹിക്കുന്നു കേട്ടപ്പോൾ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കണം, അല്ലാതെ ആയിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം RSS ആഗ്രഹിക്കുന്നത് സ്വയം പറഞ്ഞ് അവരെ കേൾപ്പിച്ച് അവരെ സുഖിപ്പിക്കുന്നതായിരിക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും വീണ്ടും തീർച്ചയായിട്ടും